പഞ്ചൂസിന്റെ മദ്രസയിൽ നബിദിന പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു മൊബൈലിലോട്ട്. പഞ്ചൂസിന് ഇതാ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചൂസ് തട്ടൊക്കെ ഇട്ട് മാഷാഅല്ലാഹ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കൂടെ നല്ല നൊസ്റ്റാൾജിക് ഫീലും ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. പ്രോഗ്രാംസിനിടയിൽ തന്നെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഓഫ് സ്റ്റേജ് ആയിട്ടും ഓൺ സ്റ്റേജ് ആയിട്ടും ഒക്കെ നടത്തിയ എല്ലാ പ്രോഗ്രാംസിനും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചൂസിന് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ട് ആള് നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ കിടന്ന് തുള്ളി ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, പറയണ്ടല്ലോ, സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ആ പൊതിക്കുള്ളിൽ നിന്ന് അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. പണ്ട് നബിദിനത്തിന് സമ്മാനം കിട്ടിയിട്ട് അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കാരണം തത്താനെയും കൂട്ടി ഓടി അപ്പൊ അതിരാത്രി തന്നെ വീട്ടിലോട്ട് വന്ന എന്നെ തന്നെയാണ് കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന നബിദിന റാലിയാണ് കേട്ടോ ഈ കാണുന്നത്. നാട്ടിലുള്ള സമയത്ത് നബിദിന റാലി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽവാസികൾ എല്ലാവരും കൂടി റോഡിന്റെ സൈഡിൽ പോയി നിൽക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ മിഠായി കൊടുക്കലും അതൊക്കെ ശരിക്കും നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നാട് വിട്ട് നമ്മൾ ഇവിടെ ആണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയിട്ട് നല്ല സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഒരു സ്ഥിരം സംഭവമായിരുന്നു നബിദിന റാലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഞാനും ഇത്താത്തയും കൂടി മിഠായികൾ എത്ര കിട്ടി എന്നൊക്കെ ഇങ്ങനെ കണക്കെടുക്കുമായിരുന്നു. അതേ പരിപാടി ഇതാ ഇവിടെ പഞ്ചൂസും ഫ്രണ്ട്സും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്റെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വന്നത്. കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ബുർദ മജ്‌ലിസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടി നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ.